പ്രിയനെ ബസ് സ്റ്റാൻഡിലാക്കിയിട്ടാ ഞാൻ വരുന്നത്. അവൻ നാട് വിട്ട് പോവാണെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ നിന്റെ ഫോൺ വിളിച്ചു, നീ എടുത്തില്ല. ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ചു, അതും നീ കണ്ടില്ല. അയ്യോ, ചേട്ടൻ എങ്ങനെയെങ്കിലും പ്രിയ ചേട്ടനെ തടയായിരുന്നില്ലേ? ഞാൻ ഒരുപാട് സംസാരിച്ചു നോക്കി മോളെ. അവൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. അവനെ തടുക്കാൻ ശ്രമിച്ചപ്പോ എന്നെ കുറെ ചീത്ത വിളിച്ചു. എനിക്ക് എന്തായാലും പ്രിയഞ്ചേട്ടനെ കണ്ടേ പറ്റൂ. ഗന്ധർവനെ കുറിച്ചുള്ള സത്യം ഞാൻ മനസ്സിലാക്കിന്ന് അറിഞ്ഞിട്ടും പ്രിയഞ്ചേട്ടൻ എന്നെ വിട്ടു പോവോന്ന് എനിക്കറിയണം. ബസ് പോയി കാണോ ചേട്ടാ? അറിയില്ല മോളെ. എന്നെ ആ ബസ് സ്റ്റോപ്പിലേക്ക് ഒന്ന് കൊണ്ടുപോവോ? അനിതാ, മോള് കേറ്. ഓക്കെ, റൈറ്റ്, പോവാം. മോളെ, ആ ബസ്സിലാ പ്രിയനുള്ളത്. എന്താ കുട്ടി ഇത്? ചാവാൻ ഞങ്ങൾ വേണ്ടി കിട്ടിയോളോ? ബസിന്റെ മുമ്പ് ചാടിയതും പോരാ, കിടന്ന് ബഹളവും വയ്ക്കുന്നോ? ആരാണ് ഈ പ്രിയൻ? ഇറങ്ങി വാ. താനാണോ ഈ പ്രിയൻ? തനിക്ക് വേണ്ടി കൊച്ചു ബസിന്റെ മുമ്പ് ചാടി മരിച്ചേനെ. എന്താ പാറു ഇതൊക്കെ? തനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? എനിക്ക് എന്താ സംഭവിച്ചാലും പ്രശ്നമല്ല. എന്റെ ഒരേ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പ്രിയഞ്ചേട്ട പോയിക്കോ. ഗന്ധർവൻ എന്നൊരാള് ശരിക്കും ഉണ്ടോ ഇല്ലയോ? എന്താ ആലോചിക്കുന്നത്? മറുപടി പറ. ഗന്ധർവൻ ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഗന്ധർവൻ എന്നൊരാള് ഇല്ല അല്ലേ? ഇല്ല. പറയാൻ പോകുന്നത്? ഇനിയും ഗന്ധർവൻ ഇല്ലെന്ന് പറയാനാണോ ഉദ്ദേശം? ഞാനാണ് നിന്റെ ഗന്ധർവൻ എന്ന് പറ. എല്ലാം എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തെ അംഗീകരിക്കില്ല എന്ന് കരുതിയോ? നിങ്ങളുടെ പോലെ ഒരാളുടെ കൂട്ട് ജീവിതകാലം മുഴുവൻ കിട്ടുമെങ്കിൽ അതെന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടല്ലേ ഞാൻ കണക്കാക്കൂ. എന്റെ ചുറ്റുമുള്ളവരെല്ലാവരും
ഗന്ധർവൻ ഒരാളില്ല എന്ന് പറയുമ്പോഴും ഞാനത് വിശ്വസിച്ചില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ എന്റെ കൂടെ നിന്നതുകൊണ്ടാ. എനിക്ക് ഗന്ധർവനോട് പ്രണയമാണോന്ന് പലരും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും എന്റെ മനസ്സിൽ ഗന്ധർവനുള്ള സ്ഥാനം എന്താണെന്നോ ആ ബന്ധത്തെ എന്ത് പേരിട്ട് വിളിക്കണമെന്നോ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ നിങ്ങളാണ് ഗന്ധർവൻ എന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി ഇത് വേറൊരു ഇഷ്ടമല്ല, പ്രണയമാണെന്ന്. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പ്രിയഞ്ചേട്ടാ. പ്രിയഞ്ചേട്ടനായും ഗന്ധർവനായും നിങ്ങൾ എനിക്ക് തന്ന ധൈര്യവും സ്നേഹവും എനിക്ക് ഈ ജന്മം മുഴുവനും വേണം. നിങ്ങൾ എന്റേത് മാത്രം. ഗന്ധർവനായി നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പ്രണയം എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഗന്ധർവനാവുന്നത് അവസാനിപ്പിച്ചപ്പോ എന്നോടുള്ള സ്നേഹം അവസാനിപ്പിച്ചോ? നിങ്ങൾ എന്നെ മറക്കാൻ തീരുമാനിച്ചോ? പാറു, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിന്നെ ഞാൻ സ്നേഹിക്കും. നിന്നെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. പിന്നെ എന്തിനാ എന്നെ തനിച്ചാക്കി പോവാൻ തീരുമാനിച്ചത്? നിങ്ങൾ പോയാ എന്റെ അവസ്ഥ എന്താവും ആലോചിച്ചോ? എനിക്ക് ജീവിക്കാൻ ഒരു കാരണം പോലും ഉണ്ടാവില്ല. എന്നെ തനിച്ചാക്കിട്ട് പോവല്ലേ പ്രിയഞ്ചേട്ടാ. ഞാൻ വേണമെങ്കിൽ പ്രിയഞ്ചേട്ടന്റെ കാല് പിടിച്ചോളാം. സാറേ, ഇനി എന്തായാലും സാറ് വരാൻ പോകുന്നില്ലെന്ന് മനസ്സിലായി. എന്തായാലും ഞങ്ങൾക്ക് പോയാലേ പറ്റൂ. വേഗം പെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. റൈറ്റ്.